തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തകർന്നടിഞ്ഞു. ഇപ്പോഴത്തെ നിലയ്ക്കാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അനുസരിച്ചാണെങ്കിൽ UDF മാസങ്ങൾക്കകം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈസിയായി അധികാരത്തിൽ വരും. അതിന് യാതൊരു മാറ്റവുമില്ല. ഇടതുമുന്നണി തകർന്നുവെന്ന് മാധ്യമങ്ങൾ പറയുമ്പോൾ ആ തകർച്ച സ്വാഭാവികം മാറ്റം മാത്രമാണ്. ഇതിനുമപ്പുറം തകർന്ന ഇടതുമുന്നണി തിരിച്ചു വന്നിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഇടതുമുന്നണിക്ക് വിനയായ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ശബരിമലയിലെ സ്ത്രീ പ്രവേശനം, സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ അഴിമതി എന്നിങ്ങനെയുള്ള ഒരുപാട് വിവാദ സംഭവങ്ങൾ ഇടതുമുന്നണിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നെങ്കിലും ഇടതുമുന്നണി അധികാരത്തിൽ എത്തി. ഇനി ഇടതുമുന്നണി അധികാരത്തിൽ എത്തണമെങ്കിൽ വീഴ്ചയിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണം. വീഴ്ചയിൽ നിന്ന് എങ്ങനെ പാഠം പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് പൊളിറ്റിക്സ് കേരള ചർച്ച ചെയ്യുന്നത്. ഇത് ജനങ്ങൾ ഇടതുമുന്നണിക്ക്, പ്രത്യേകിച്ച് CPM-ന് നൽകിയ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ്. ഇന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. തോൽവി പരിശോധിക്കുമെന്നും ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ തിരിച്ചടിയായെന്നും ബിനോയ് വിശ്വം ആഞ്ഞടിച്ചിരിക്കുന്നു. LDF കലങ്ങി മറിഞ്ഞ് നിൽക്കുകയാണ്. ഈ അവസരത്തിൽ കലങ്ങി മറിഞ്ഞ് നിൽക്കുകയല്ല LDF ചെയ്യേണ്ടത്, വീഴ്ചകൾ പരിഹരിക്കുക എന്നുള്ളതാണ്. എന്തായാലും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ മാറ്റാൻ തീരുമാനം എടുത്തിരിക്കുന്നു. ദ്രുതഗതിയിൽ ഇനി 4 മാസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ദ്രുതഗതിയിൽ അഴിച്ചു പണിയുകയാണ് CPM. എന്തായാലും ജനങ്ങൾ CPM-ന് നൽകിയത് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നെയാണ്. ആ ഷോക്ക് ട്രീറ്റ്മെന്റിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ, ആ ഷോക്ക് ട്രീറ്റ്മെന്റ് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ശബരിമല പോലുള്ള സെൻസിറ്റീവായ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പഠിക്കുകയാണ്. ശബരിമല വിഷയത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടിയിൽ നിന്ന് ആര് ഉൾപ്പെട്ടാലും അവരെ പാർട്ടി പുറത്താക്കണം. അതിനുള്ള ആർജവം കാണിക്കണം. അതിനുള്ള മനക്കരുത്ത് പാർട്ടിക്ക് ഉണ്ടാകണം. പത്മകുമാറിനെ പാർട്ടി സംരക്ഷിച്ചത് ജനങ്ങൾക്കിടയിൽ അവമതിപ്പ് ഉണ്ടാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയമല്ല എന്ന് ഇടതുമുന്നണി കൺവീനർ ഇന്ന് പറഞ്ഞെങ്കിലും അത് വിഷയം തന്നെയാണ്. എന്തായാലും നാളെ ഇടതുമുന്നണി യോഗം ചേരുന്നുണ്ട്. കലങ്ങി മറിഞ്ഞ അന്തരീക്ഷത്തിലാകും ഇടതുമുന്നണി യോഗം ചേരുക. മറ്റൊന്ന് ക്ഷേമ പെൻഷനാണ്. ക്ഷേമ പെൻഷൻ 2000 രൂപയിൽ നിന്ന് 2500 എത്തിക്കണം. അങ്ങനെ എത്തിച്ചാൽ മാത്രമേ ജനങ്ങൾക്കിടയിൽ സർക്കാർ പ്രവർത്തിക്കുന്നുള്ളൂ എന്ന്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ സർക്കാർ നന്നായി പ്രവർത്തിക്കുന്നു എന്ന വികാരം ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റൂ. മാത്രമല്ല, ക്ഷേമ പെൻഷൻ, മറ്റ് വികസന പ്രവർത്തനങ്ങൾ ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങൾ തേടണം ഇടതുമുന്നണി. അല്ലെങ്കിൽ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം പോലെയാകും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും. UDF ഗ്രാമപഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും ഒക്കെ കടന്നു കയറിയത് ഗൗരവപരമായി തന്നെ കാണേണ്ട വസ്തുതയാണ്. ഇടതുമുന്നണിയെ സ്നേഹിക്കുന്നവർ, ഇടതുപക്ഷത്തെ ഹൃദയപക്ഷത്തോട് ചേർത്ത് നിൽക്കുന്നവർ, അവർ നിരാശരാണ് ഈ ഫലത്തിൽ. പക്ഷെ അവരോട് പൊളിറ്റിക്സ് കേരള പറയേണ്ടത് നിരാശരാവേണ്ട കാര്യമില്ല. ഇതിനെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയി മാത്രം കണ്ടാൽ മതി. ലോക്സഭാ ഇലക്ഷനിൽ നിരംപരിശായി കിടന്ന BJP പല സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തിരിച്ചു വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബീഹാറിലും ഒക്കെ ശക്തമായ ഒരു തിരിച്ചുവരവാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം BJP നടത്തിയത്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഛത്തീസ്ഗഡിലും ഒക്കെ. അതുപോലെ തന്നെ ഇടതുമുന്നണിക്ക് ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്താൻ സാധിക്കും. ഇത് ജനങ്ങൾ ഇടതുമുന്നണിക്ക് നൽകിയ ഒരു ചൂരൽ കഷായം, അല്ലെങ്കിൽ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ്, അങ്ങനെ മാത്രം കരുതിയാൽ മതി. എന്തായാലും ശബരിമല വിഷയത്തിൽ ആര് ഉൾപ്പെട്ടിട്ടുണ്ടോ, ആര് ആരോപണ വിധേയനായോ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള ആർജവം കാണിച്ചാൽ, ആ ആർജവം CPM എടുത്താൽ തീർച്ചയായും ജനങ്ങൾ CPM-ന്റെ കൂടെ നിൽക്കും. പിന്നെ ജനകീയ വിഷയങ്ങൾ, ക്ഷേമ പെൻഷൻ അടക്കമുള്ള വിഷയങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാനും അവയെക്കുറിച്ച് ജനങ്ങൾക്ക് അവബോധം നൽകാനും ഒക്കെ ഇടതു സർക്കാർ തയ്യാറായില്ലെങ്കിൽ നിയമസഭയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പോലെയാകും. അത് ഉറപ്പ്.